പുറമേക്ക് നോക്കുമ്പോൾ വലുതാണ്. ചീഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചീഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇല്ലല്ലേ, ചീഞ്ഞിട്ടില്ല, വലുത് തന്നെയാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഈ ചീര ഉണ്ടോ, ഇത്രയും ചീരേൻ്റെ ഇടയിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു ചീര ഇതല്ലേ, ഇതാണ് കേട്ടോ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻഡ് സുമിയുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ് തന്നെ. അപ്പോൾ നേരെ നമുക്ക് ആദ്യം പോകേണ്ടത് ഒരു ക്യാരറ്റ് പറിക്കാനാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ക്യാരറ്റ് പറിക്കുന്നത് കാണിച്ചിരുന്നു. അത് കുറേയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വേറെ ഒരെണ്ണം വലുതായി നിൽക്കുന്നുണ്ട്. അത് ചീഞ്ഞോ ഇല്ലയോ മൂത്ത് പോയോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ഒരുമിച്ച് പോയി ക്യാരറ്റ് പറിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടൊന്ന് ക്യാരറ്റ് പറിച്ചിട്ട് വരാം കേട്ടോ. മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നേ. മഴ കഴിഞ്ഞ് ഇന്നിപ്പോൾ നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട്. ഇത് കണ്ട, സൂര്യൻ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ മഴ പെയ്തൊരു സ്ഥലമാണെന്ന് തോന്നത്തേ ഇല്ല. രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ക്യാരറ്റ് ദേ ഇതാണ്. നമുക്കൊന്ന് പറിച്ച് നോക്കാം. അടിയിൽ ഉണ്ടോ അതോ ചീഞ്ഞു പോയോ ഒന്നും അറിയത്തില്ല. ഇതുണ്ടോ, പുറമേക്ക് നോക്കുമ്പോൾ വലുതാണ്. ചീഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചീഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇല്ലല്ലേ, ചീഞ്ഞിട്ടില്ല, വലുത് തന്നെയാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷെ മൂത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയത് കണ്ടില്ലേ, ഈ അറ്റത്തൊക്കെ. ദൂരെ ഇലയെന്നറിയോ ഇതിന്. ഈ ക്യാരറ്റിൻ്റെ ഇല തോരൻ വെക്കുക അല്ലേ, എൻ്റെ ഒരു ഡൗട്ടായിരുന്നത്. കുറേ ഇല ഉണ്ടായി നിൽക്കാൻ കാണും ചെയ്യുക, പക്ഷെ ആരും ഇങ്ങനെ തോരൻ വെക്കുന്ന കാര്യമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ബീട്രൂട്ടിൻ്റെയൊക്കെ എല്ലാവരും പറഞ്ഞേന്നല്ലോ ബീട്രൂട്ടിൻ്റെ ഇല തോരൻ വെക്കുന്നത്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഇല തോരൻ വെക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അതേ നമ്മുടെ ഉപ്പുമാവിന് ആവശ്യത്തിനുള്ളൊരു വലിയ ക്യാരറ്റ് കിട്ടി. തക്കാളിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. മഴ പെയ്തിട്ടുണ്ടല്ലോ, എല്ലാത്തിലും വെള്ളം നിൽക്കുകയാണ്. ചീഞ്ഞ് പോവാഞ്ഞാൽ മതി. ഇത് നാടൻ തക്കാളിയാണ് കേട്ടോ. ഇത് ആപ്പിൾ തക്കാളിയാണ്. ആപ്പിളിൻ്റെ ഒരു ഷേപ്പിന് കണ്ടോ ഇങ്ങനെ ആയി വരുന്നുണ്ട് കണ്ടോ. പക്ഷേ ചെടി ചീഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്തിട്ടേ. മഴയത്ത് തക്കാളി ചെടികളൊന്നും നിൽക്കത്തില്ല. പിന്നെ ഇതൊരു തരം ചീരയാണ്. അപ്പോൾ ഇത് വെക്കുന്നത് എനിക്കൊന്ന് യൂട്യൂബിൽ നോക്കണം. എന്തായാലും നട്ട് നനച്ച് വളർത്തിയതല്ലേ. നാട്ടിൽ പോണതിൻ്റെ മുന്നേ ഇതൊരു വട്ടം ഒന്ന് തോരൻ വെച്ച് നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നാട്ടിൽ പോണതിന് നമുക്ക് കുറേ പണികളുണ്ട് കേട്ടോ. കാരണം മരുന്നേട്ടം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ പച്ചക്കറികൾ വിത്തുകളൊക്കെ നട്ടിട്ട് വേണം പോവാൻ. അതാകുമ്പോൾ അതൊന്നും ഉണ്ടാകുമ്പോൾ ഇവർ കറക്കിയെടുത്തോളും. എത്രത്തോളം നമ്മുടെ നെൽസ് നോക്കുമെന്നറിയില്ല. പക്ഷേ നമ്മളൊരു കണ്ണ് വേണം കേട്ടോ. എപ്പോഴും നമ്മൾ പറയണം ഇന്നത് ചെയ്യണം എന്നുള്ളത്. കാരണം അവർക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യണം. കാരണം ഈ ഭാഗമൊക്കെ കണ്ടില്ലേ, മഴ പെയ്ത് നമ്മുടെ പച്ചക്കറികളെല്ലാം നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പറിക്കാനുള്ളത് ഇവിടെ കുറേ സ്വീറ്റ് കോൺ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇച്ചിരി മൂത്തോന്നും അറിയത്തില്ല. കുറച്ചൊക്കെ ഞാൻ വിത്തിന് വയ്ക്കുന്നുണ്ട്. അരനേട്ടൻ പറഞ്ഞു അരനേട്ടനെ ഗ്രാമത്തിൽ കൊണ്ടുപോയി നടാൻ കുറച്ച് വിത്ത് വേണമെന്ന്. അപ്പോൾ ചിലതൊക്കെ ഞാൻ മൂക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. 1-2 എണ്ണം പറിച്ചിട്ട് പുഴുങ്ങാനെടുക്കണം. നമുക്ക് സ്വീറ്റ് കോണൊക്കെ അടുത്ത ദിവസങ്ങളായിട്ട് പറിക്കണം. പിന്നെ ഈ ചീര ഉണ്ടോ, ഇത്രയും ചീരേൻ്റെ ഇടയിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു ചീര ഇതല്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ വ്ളാത്താങ്കര ചീര. എല്ലാവർക്കും അറിയായിരിക്കും, കൃഷി സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും വ്ളാത്താങ്കര ചീരേനെ പറ്റിയിട്ട്. വ്ളാത്താങ്കര എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടാക്കണ അവിടെ നിന്ന് ഫേമസ് ആയിട്ടുള്ളൊരു ചീരയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ആകെ 2-3 മൂടേ ഇത് ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്ത് നട്ടു നോക്കിയതാണ്. കാരണം വിത്തുകൾ ഒരുപാട് നാശമായി പോകാതിരിക്കാൻ ഒരു ഇത്തിരി വിത്തുള്ളൂ, പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ ആ വിത്ത് നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഇത്തിരി വിത്ത് നട്ടു നോക്കിയതാണ്. അതിൽ കുറച്ച് എല്ലാം മുളച്ചിരുന്നു, മഴ പെയ്തപ്പോൾ പോയതാണ്. പിന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള 2-3 തൈ ഇവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ. ഇതിൻ്റെ ഞാനിപ്പോൾ നോക്കി കണ്ടെടുത്തോളമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയ്ക്കൊന്നും വലിയ കേടുപാടുകളില്ല. പ്രാണികൾ അധികം അറ്റാക്ക് ചെയ്യുന്നില്ല, ഇലയ്ക്ക് കേടുപാടുകളില്ല. നല്ല ചീര കേട്ടോ. പിന്നെ നമ്മുടെ കൃഷിയിടത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ഭംഗി നോക്കി ഈ ചീരേൻ്റെ. മറ്റുള്ള ഇതെന്ന് പറയുന്നത് റെഡ് ചീരയാണ്. പക്ഷേ ഈ വ്ളാത്താങ്കര ചീരേൻ്റെ ഒരു കളറുണ്ടല്ലേ, എന്താണല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് വ്ളാത്താങ്കര ചീര ഉണ്ടാക്കുന്നത്. ഇവിടെയൊക്കെ തക്കാളി ഉണ്ടാവുന്നുണ്ട് ഉണ്ടോ, മൂത്തിട്ടില്ല, എല്ലാം പച്ചയാണ്. പക്ഷെ മഴ അടഞ്ഞ് പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഈ നമ്മുടെ പുറകുവശം കണ്ടോ, പുറകല്ല അപ്പുറത്തെ വശം ഫെൻസിങ്ങിൻ്റെ അപ്പുറം
കാടാണ്. നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മുടെ കാണുന്ന അവിടെയൊക്കെ നമ്മുടെ കപ്പയുള്ളതാണ്. കുറേയൊക്കെ നെൽസൺ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, പാമ്പുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ. വലിയ പാമ്പ്, അത് ഈ അണലീൻ്റെ ഒക്കെ മോഡലുള്ളൊരു പാമ്പ്, വലിയ തടിയൊക്കെ ഉള്ളൊരു പാമ്പ്. അതിൻ്റെ ഫോട്ടോ അറിഞ്ഞിട്ട് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പം നമുക്കെന്തായാലും ഉപ്പുമാവിൻ്റെ പണി തുടങ്ങാം. ഇത് ഞാൻ ഇവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ കഴുകട്ടെ കേട്ടോ. അപ്പോൾ ജയരാജ് രാവിലെ വന്ന് അലക്കൽ തുടങ്ങിയിട്ടുണ്ട്. അലക്കിയതല്ല, ഉണങ്ങാത്ത തുണി പുറത്ത് വിരിച്ചിടുക കേട്ടോ. അപ്പോൾ അതേ ക്യാരറ്റ് കഴുകി കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗമൊക്കെ മൂത്ത് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു പ്രശ്നം വന്നതാണ്. ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടേക്കൊക്കെ നല്ല രീതിക്കാണിത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു 2 കുഞ്ഞി ക്യാരറ്റും കിട്ടി കേട്ടോ. അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഉള്ളിയാണ്. ഇപ്പോൾ മലാവിയിൽ മഴയൊക്കെ ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പച്ച ഉള്ളിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് കണ്ടോ, ചെറിയ ഉള്ളീൻ്റെയൊക്കെ സൈസാണ് കേട്ടോ, കുഞ്ഞ് സൈസ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ മാർക്കറ്റിൽ ഇതിലേക്കാട്ടും ചെറിയ ഉള്ളിയാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ഉള്ളി കിട്ടാനില്ല, വലുതില്ല, പിന്നെ ഡ്രൈ ആയിട്ടുള്ളതും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇന്ന് പറിച്ച് നോക്കണം. കാരണം അതിന് വലിപ്പമുണ്ടോ ഇല്ലേ, ചെറുതാണോ എന്നൊക്കെ നോക്കാം. എന്തായാലും മാർക്കറ്റിൽ ഈ സൈസിനെ കിട്ടണുള്ളൂ. ഞാനെന്നിട്ട് ഇത് മാത്രമേ മേടിച്ചുള്ളൂ. ഇതിന് 1000 മലാവി കോച്ചയാണ് കേട്ടോ. അപ്പോൾ 1000 മലാവി കോച്ച് എത്രയാണെന്ന് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഉള്ളി. ഇനി ഒരു 2-3 മാസം കഴിയണം നല്ല ഉള്ളികൾ, വലുതാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇപ്പം ഇങ്ങനെ പച്ച ഉള്ളിയാണ് കിട്ടുക. എന്തായാലും തൽക്കാലം ഒരു ഉള്ളി എടുത്തിട്ട് നമുക്ക് ഉപ്പുമാവിക്കൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ ഓയിലിൻ്റെ ബോട്ടിലും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. കടകളിൽ നിന്ന് വാങ്ങണതാണെങ്കിൽ അതിൽ പൊടിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കാണ്. എന്നിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എന്നല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ. ഉപ്പുമാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും ചെയ്യും. ഈ ഉപ്പുമാവിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആണ് കേട്ടോ. പണ്ട് ഞാൻ ഈ ഉപ്പുമാവൊന്നും തിന്നുകയേ ചെയ്യില്ലായിരുന്നു കേട്ടോ. ഈ അമ്മ ഉണ്ടാക്കി തരുന്ന സമയത്ത്, നമ്മൾ വീട്ടിലായിരുന്ന സമയത്ത് ഉപ്പുമാവൊന്നും ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വളരെ എളുപ്പമുള്ളൊരു ഫുഡായതുകൊണ്ട് അത് തിന്ന് ശീലിക്കുകയും ചെയ്തു, അതായത് കഴിച്ച് ശീലിക്കുകയും ചെയ്തു, അത് ഉണ്ടാക്കാനും തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് മേടിച്ച മുന്തിരിയാണ് കേട്ടോ. കണ്ടോ, നല്ല വെള്ള മുന്തിരി. ഞാൻ ഈ മുന്തിരി തന്നെ മേടിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനത് ബിരിയാണിയിലാണെങ്കിൽ ഉപ്പുമാവിലൊക്കെ ആണെങ്കിൽ കുറേ വാരിയിടും. എനിക്കിഷ്ടമാണ് ഈ സാധനം. നല്ല മുന്തിരി, അത് ഡ്രൈ ആയിട്ടുള്ള മുന്തിരി. ഇതിന് 20,000 കേട്ടോ, 500 ഗ്രാമിന് കാണണ്ടോ, 20,000 മലാവി കോച്ചിന്. കഴിഞ്ഞ എൻ്റെ ഷോപ്പിംഗ് ബ്ലോഗിൽ ഞാനിത് കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. 20,000 മലാവി കോച്ച് കേട്ടോ 500 ഗ്രാമിന്. 500 ഗ്രാം എവിടെ എന്താ 518 ഗ്രാമിന്. നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് ഭരണിയിലൊക്കെ ആക്കണം. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡ് ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം കേട്ടോ. നല്ല കട്ടിംഗ് ബോർഡാണ്, നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ വെക്കാനും എല്ലാത്തിനും പറ്റുന്ന നല്ല തേക്കിൻ്റെ മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തരാം, നമ്മളത് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നിലമ്പൂർ തേക്കിലുണ്ടാക്കിയ കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തു. അതേ ഞാൻ പറയാറില്ലേ, ഞാൻ മുന്തിരി ചേർക്കാറുണ്ട് എന്ന്. അതേ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്തിരി ചേർക്കും. അപ്പോൾ മുന്തിരി ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുമല്ലോ. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ്, ഉള്ളി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ആണ് ഉപ്പുമാവ് ഉണ്ടാക്കുക. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ റവ ആദ്യം ഒന്ന് വറുത്തെടുക്കും. എനിക്ക് റവ വറുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ ഉപ്പുമാവ് ശരിയാവുള്ളൂ കേട്ടോ. എല്ലായിടത്തും എങ്ങനെ എനിക്കറിയില്ല. എൻ്റെ ഉപ്പുമാവ് ശരിയാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം റവ ഒന്ന് വറുത്തെടുക്കണം. ഒട്ടുമിക്ക ആൾക്കാരും റവ ഫസ്റ്റ് വറുക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേ ഉപ്പുമാവൊക്കെ റെഡിയാണ്. ഞാനൊരു നേരം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് പറമ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പണിയല്ല, പച്ചക്കറിയൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. ഫസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ തങ്കൂനെ ഒന്ന് പുറത്ത് വിടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ രാവിലെ വലിയ മഴയൊന്നുമില്ല കേട്ടോ, വെയിലുണ്ട്. അപ്പോൾ തങ്കുവിനെ പുറത്ത് വിട്ടിട്ട് അവനാകെ ചെളിയായിട്ടിരിക്കാൻ, ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ വേണം. നെൽസനാണ് തങ്കുവിനെ കുളിപ്പിക്കാറ് കേട്ടോ. അപ്പം നെൽസൺ അവിടെ പുല്ല് വെട്ടാണ്, കാട് വെട്ടാണ്. തങ്കപ്പനെ കാണിച്ചു തങ്കുവിനെ പുറത്തിട്ടിട്ടുണ്ട്. പുറത്ത് വിട്ടാൽ ഇങ്ങനെ തുള്ളിക്കളിയാ. കേട്ടോ, വാ ഇങ്ങോട്ട്.
നെൽസൺ അവിടെ പുല്ലൊക്കെ വെട്ടി കഴിക്കും. ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് അവിടെ പുല്ലിടണേ. അപ്പോൾ ഈ പുല്ല് ഇനി വീണ്ടും കാട് കയറുന്നതിന് മുന്നേ, അതായത് മഴ പെയ്തപ്പോൾ വെട്ടിയിട്ട പുല്ലാണെങ്കിൽ പിന്നെയും തളുക്കും, കണ്ടില്ലേ? അപ്പം നെൽസൺ കൈയും കൊണ്ട് ആക്കണ ഭാഗമല്ലേ, അത് കുറച്ച് ദിവസം മുന്നേ വെട്ടിയിട്ടതാണ്. കുറച്ച് മഴയൊക്കെ കൊണ്ട്, പക്ഷേ ഈ വെയിൽ ഇപ്പോൾ ഇന്നലെ വെയിലായിരുന്നു. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. എത്രത്തോളം കത്തുന്ന അറിയില്ല. അപ്പോൾ ആ ഭാഗം കണ്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഭയങ്കര കാടാണ്, പാമ്പും എല്ലാം ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്. നമുക്ക് ഇവിടെ നമ്മൾ തൊട്ടടുത്തല്ല താമസിക്കുന്നത്, അപ്പോൾ അത് സേഫ്റ്റി കുറച്ച് പ്രശ്നമാണ്. അപ്പം ഞാൻ എൽസന് തീപ്പെട്ടി എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, കത്തിക്കാൻ പറയുന്നുണ്ട്. കത്തുന്നിടത്തോളം കത്തട്ടത്. ഇല്ലേ ഭയങ്കര വലിയ കടയിപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലേ, ഇതൊക്കെ കാടാ. കത്തുന്നുണ്ട്, കത്തി കിട്ടിയാൽ മതിയെന്നു. അപ്പോൾ അതേ തോരൻ വെക്കാൻ പാകത്തിന്, തോരനല്ല മെഴുക്കുവരട്ടി വെക്കാൻ പാകത്തിന് വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ കണ്ടില്ലേ, ഒരു പ്രാണി. കുത്തല്ലേ പോ ഉണ്ടോ, അതാണ് വെണ്ടയ്ക്ക നശിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് കറി വെക്കണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ തങ്കുതേ ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ അലക്കുകല്ലിൻ്റെ അവിടെ വന്നിങ്ങനെ ഇരിക്കും തങ്കി, കുറച്ച് തണലിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ കൂട്ടാൻ വയ്ക്കുക, കൂട്ടാന്ന് വെച്ചാൽ കറി. ഉച്ചത്തേക്ക് എന്താ വയ്ക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ കുറച്ച് ചേമ്പിൻ്റെ തണ്ട്, ഏകദേശമൊക്കെ ഒരു തടിയിൽ, വലിയ ചേമ്പൻ തണ്ടായിട്ടില്ല, ചെറിയ ചേമ്പൻ തണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അത് എടുത്തിട്ട് എന്താ പറയുക, ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെ നീട്ടത്തിൽ അരിഞ്ഞ് പുളിയൊക്കെ ഒഴിച്ച്, അതായത് വാളംപുളി ഇല്ല, നീട്ടത്തിലുള്ള പുളി ഒഴിച്ച് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിയാവും കേട്ടോ. എല്ലാവരും അവിടെ ഇത് വെക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങനെ എന്തെങ്കിലും കറി വെക്കാനോ തോരൻ വെക്കാനോ ഇങ്ങനെ എന്തപ്പോൾ വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മുറ്റത്ത് നമ്മളെ കൃഷിയിടത്തിൽ വന്നിങ്ങനെ ഇരുന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചേമ്പുന്നണ്ട് വറക്കാന്ന്. അപ്പം നമുക്ക് പോയി ചേമ്പുന്നണ്ട് വറക്കട്ടെ. ഭയങ്കര വെയിലാണ്, അതാണ് ഞാൻ ഈ അലക്കണേൻ്റെ ഷെഡിൻ്റെ അടിയിലിരിക്കുന്നത്. മഴയപ്പം ഞങ്ങൾ കിട്ടിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷെഡാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് അലക്കാനും പാത്രം കഴുകാനൊക്കെ കുറച്ചുകൂടി സുഖമാവുമല്ലോ. അല്ലെങ്കിൽ വെയിലാണെങ്കിൽ മഴയാണെങ്കിൽ തട്ടിയിട്ട് നമുക്ക് തന്നെ വയ്യാണ്ടാവും, എനിക്കല്ല കുക്കിന്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കിട്ടിക്കൊടുത്തതാണിത്. അപ്പം നമുക്ക് ചേമ്പിൻ്റെ താളെന്നും പറയും തണ്ടെന്നും പറയും കേട്ടോ. അത് പറിച്ചെടുക്കാം കേട്ടോ. അപ്പം അവിടെയാണ് നമ്മളെ ചേമ്പും തണ്ട് ഇരിക്കുന്നത്. തങ്കു മാറി. അപ്പോൾ രണ്ട് ചേമ്പന്നേരം ഇല്ല, തീരെ വീതിയൊന്നുമില്ല കേട്ടോ, അത്ര വലുപ്പമുള്ളതല്ല, ചെറുതാണ്. അപ്പോൾ ഇതേ കറിക്ക് ആവശ്യമുള്ള 2-3 പച്ചമുളകൊക്കെ പൊട്ടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ചേമ്പന്താൾ നന്നായിട്ട് കഴുകിയെടുത്തില്ല, ഞാൻ പുറത്തുനിന്ന് കഴുകി ഉള്ളിൽ കൊണ്ടുവന്നിട്ടും കഴുകിയിട്ടോ. എന്നിട്ട് ഈ പുറമേ കാണുന്ന തൊലിയൊക്കെ നന്നായിട്ട് ഫുള്ളൊന്നും ചീകി അങ്ങനെ ഇതാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ തൊലി എടുത്ത് കളയണം. പിന്നെ ഇതിങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞ് പാർന്നൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം അതേ ഇങ്ങനെ നീട്ടത്തിൽ അരിയണം 2-3 കഷ്ണങ്ങളാക്കിയിട്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട്, ഇനിയിപ്പോൾ ഇതിൽ കറി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കഴുകി കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം പാർന്ന് വെക്കുന്നുണ്ട് കേട്ടോ അടുപ്പത് വെക്കുന്നതിൻ്റെ മുന്നേ. ഇനി നമുക്ക് ചേമ്പന്താളിൻ്റെ കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചേമ്പന്താൾ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് വേണ്ട, പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവാൻ വേണ്ടി വെക്കണം. ഈ ചേമ്പന്താൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ വാളംപുളി
വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർക്കണത്. അതിന് മുന്നേ ചേർക്കരുത്, ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. പിന്നെ ആ പുളി വെള്ളത്തിൽ കിടന്നത് നന്നായിട്ട് തിളയ്ക്കണം, അപ്പോഴാണ് അത് ചേമ്പും പുളീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങുക. അതിന് ശേഷം മാത്രമാണ് കേട്ടോ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ താളിച്ച് ചേർത്താൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ കറിക്ക് വലിയ മഞ്ഞ കളറില്ലാത്തത്. പിന്നെ നമ്മുടെ പുളിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് കളറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചേമ്പന്താൾ പുളി പിഴിഞ്ഞ കറിയും നല്ല ക്യാബേജ് തോരനും സിനിമമായി ഉണ്ടാക്കി തന്ന നല്ല നാരങ്ങാച്ചാറും ഉണ്ട് കേട്ടോ അന്നത്തെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അച്ചാറാണ് കഴിക്കുന്നത്, ചോറിനാണ്. അമ്മായിയുടെ സ്പെഷ്യൽ അച്ചാറാണ്. നാരങ്ങ വെള്ളക്കിട്ടത് പെട്ടെന്ന് കേടായി പോകത്തില്ല, പൂത്തു പോകുന്നില്ല, ഇങ്ങനെ ഇരിക്കും അവിടെ. അപ്പം ഞാനും അരുണേട്ടനും ഓരോരോ വർത്തമാനങ്ങളും വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കാണാട്ടോ. അപ്പോൾ ഇവിടെ വൈകുന്നേരമായിട്ടോ, ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അരുണേട്ടൻ ഓഫീസിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നെയ്ക്കുമ്പളം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പന്തലൊന്നും ഇട്ടിട്ടില്ല, ഇതിങ്ങനെ ഒരു കാട് പോലെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിന് പടർന്നു വിടാൻ നെൽസ് സമ്മതിക്കണില്ല, അറിയണ്ടാവില്ല. പക്ഷേ കുമ്പളം ഉണ്ടായി കാണിച്ചു കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ മുടിയിലുണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒന്നിങ്ങനെ ഇല്ല, ആ സൈഡില്ല ഇവിടെ ചിലപ്പോൾ അത് എന്തായിട്ടുണ്ടാവും. കണ്ടായിരുന്നു കൊടുക്കാൻ വന്നപ്പോൾ. നെയ്ക്കുമ്പളാണിത്, വലിയ കുമ്പളല്ല, ചെറിയ കുമ്പളം. മുളക് പഴുത്തിക്കാനുണ്ട്, ഇതൊക്കെ പറിച്ച് ഉണക്കാൻ പറ്റും. മഴ ചെയ്തുകൊണ്ട് ഉണക്കാനുള്ളൊരു വെയിൽ വരുമ്പോൾ ഉണ്ടോ നല്ല ചുവന്ന മുളക്, നല്ല എരിവുള്ള മുളക് കേട്ടോ. സീറയാണ്, സീറയാണ്. ഞാൻ അവിടെ ഉണ്ടാക്കിയ തയ്യൊക്കെ ഇവിടെ കൊണ്ടുപോട്ടാ. എന്നേട്ട കത്തിയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. വാഴക്കോല നിന്ന് വെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെട്ടാച്ചു. വെട്ടി മൊത്തം നമുക്ക് എടുക്കാനുള്ളതല്ല കേട്ടോ, പഴുപ്പിക്കാൻ വെക്കാനാണ്. അതാകുമ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ പെടല കൊണ്ട് കൊടുക്കാൻ പറ്റും. എല്ലാ പ്രാവശ്യം പിള്ളച്ചേട്ടനെ കൊണ്ടു തരാറ്. ഒരു വാഴ കുഴച്ചിട്ടുണ്ട് കേട്ടോ, 2 പഴം അതിൽ പഴുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പം അതിനായിട്ട് വെട്ടാച്ചു. നല്ല വെയിറ്റ് ഉണ്ടോ? വെട്ടിക്കോ വെട്ടിക്കോ. കൈ ഒടിയണ്ട. രണ്ടെണ്ണം കഴിച്ചല്ലേ? നല്ല കറിയാണ്, ഡ്രസ്സൊക്കെ കറിയാണ്. ഓർഗാനിക് വാഴക്കുല. സിറ്റിയിൽ കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധനങ്ങളൊക്കെ പെട്ടെന്ന് വാങ്ങാൻ പറ്റും, ഒരുപാട് ആളുകളുണ്ട്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് പീസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഇതായിട്ട് ഇത് ഇങ്ങനെ നമുക്ക് സിറ്റീൻ്റെ അടുത്ത് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ സിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇത്രയൊരു ഏരിയ വേണം, മുഴുവൻ കൃഷിയൊക്കെ ആയിട്ട് അടിപൊളി. ഒരു 3-4 വീടുകളും അടിപൊളിയായിരിക്കും. കപ്പയൊക്കെ വലുതായി. നമ്മുടെ ഞാൻ ഇവിടുത്തെ ഒരു മെഷ് വരെ ഈ മെഷ് ഒന്ന് കാണിച്ചു കേട്ടോ. ഈ കമ്പി ഉണ്ടോ നെറ്റ്, ആ പുല്ല് കൂടെ നടക്കണ പാമ്പിനെ കാണില്ലേ, സൈഡിൽ കൂടെ സുഖമായിട്ട് കാണുന്ന പാമ്പിനെ. കേക്കെല്ലാം കണ്ടിരിക്കും, നല്ല ഉറക്കം പറഞ്ഞെങ്കിലും കേൾക്കും. അപ്പോൾ ഇത് ഈ ഒരു ഫെൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഇത് ഒരു അടിപൊളി സാധനമാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഉപകാരപ്പെട്ട സാധനം. ഈ സാധനം നാട്ടിൽ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര പരിപാടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടിങ്ങിൻ്റെ ബിസിനസ് തുടങ്ങിയാണ് നാട്ടിലേക്ക്. കാരണം എന്താ അറിയോ,
ഈ സാധനം നമ്മുടെ നാട്ടിൽ ഇല്ല. ഈ സാധനം വന്നു കഴിഞ്ഞാൽ പ്രത്യേകത മൃഗങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. ഇങ്ങനെ ആനയാണേലോ എന്തെങ്കിലും പന്നിയോ അങ്ങനെ ചെറിയ മൃഗങ്ങൾ പോലും ഇതിന്മേൽ തൊടാൻ കഴിയില്ല. ഇത് ഭയങ്കര ഷാർപ്പാണ് ഇതിൻ്റെ അറ്റം. അങ്ങനെ ആളുകൾക്ക് പോലും ഇതിലേക്ക് പിടിച്ച് കയറാനോ ഒന്നും പറ്റില്ല. പിടിച്ച കൈമുറിയും, ചെറുതായിട്ട് ടച്ച് ചെയ്ത കൈമുറിയും, ബ്ലേഡ് പോലെ ഇരിക്കുകയാണ്. ഈ സാധനം അടിപൊളി കേട്ടോ. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പന്നി ശല്യം ഇങ്ങനെ കൃഷിയിടങ്ങളിൽ ഈ ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ സേഫാണ്. ഇതിനുള്ളിൽ പിന്നെ ഒരു സാധനം കയറത്തില്ല. ഇവൻ വരെ പാമ്പുകൾക്ക് പോലും കയറാൻ പറ്റില്ല. പാമ്പ് കയറിയാൽ പോലും ഇതേ കൂടെ ഇതാവും. പക്ഷേ അടിഭാഗം മണ്ണാണെങ്കിൽ പാമ്പിന് സുഖമായിട്ട് വരാൻ പറ്റും. അതൊക്കെ കൃത്യമായ രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പാമ്പ് പോലും ഉള്ളിൽ കയറത്തില്ല. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ചുറ്റുണ്ട്, പക്ഷെ നമുക്ക് കിട്ടാറില്ല. അതെ. അപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈകുന്നേരം വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അപ്പോൾ അതുവരേക്കും